കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA വിദ്യാർത്ഥികൾക്ക് മേജറായിട്ടും അതേപോലെ BBA പ്രൊവൈഡ് ചെയ്യുന്ന മൈനറുമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബിയിൽ വരുന്ന പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. പാർട്ട് ബിയിൽ 11ാമതായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുക. എ കമ്പനി ഈസ് കൺസിഡറിങ് 2 ഫിനാൻസിങ് ഓപ്ഷൻ. ഓപ്ഷൻ 1 5 lakh ഇക്വിറ്റി 50,000 ഷെയർസ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ 2 2,50,000 ഇക്വിറ്റി 25,000 ഷെയർസ് ആൻഡ് 2,50,000 ഡെപ്റ്റ് അറ്റ് 12% ഇൻട്രസ്റ്റ്. ഇഫ് എബിറ്റ് ഈസ് 1,20,000 ഫൈൻഡ് EPS ഫോർ ബോത്ത് ഓപ്ഷൻ അസ്യൂം നോ ടാക്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ ആണ്, EPS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ 2 കോളംസ് ആയിട്ട് വരച്ചുകൊണ്ട് കൊടുക്കുന്നു. അതായത് ഒന്നാമത്തെ പെർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തെ ഓപ്ഷൻ 1 ഓപ്ഷൻ 2. ഓപ്ഷൻ 1 വരുന്നതും ഓപ്ഷൻ 2 വരുന്നതും നമ്മൾ ഓരോ ഐറ്റവും കാണിക്കുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓപ്ഷൻ 1 വരുന്നത് എത്രയായിരുന്നു? 5 lakh ആണ്. ഓപ്ഷൻ 2 വരുന്നത് 2,50,000 ആണ്. അതിന് ഡെപ്റ്റ് ഓപ്ഷൻ 1 ഇല്ല, ഓപ്ഷൻ 2 എത്രയാണ്? 2,50,000 ആണ്. അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ എബിറ്റ് തന്നത് എത്രയാണ്? 1,20,000 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 2 കോളത്തിലും കാണിക്കുന്നു. അപ്പോൾ ഇത് 3 നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്ന ഐറ്റംസ് ആണ്. ഇനി ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് വരുന്നത് എപ്പോഴാണ്? ഡിബഞ്ചർ വരുമ്പോഴാണ്. ഇവിടെ ഓപ്ഷൻ 1 കേസിൽ ഡിബഞ്ചർ ഇല്ല, ഇക്വിറ്റി ഷെയർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഓപ്ഷൻ 2 കേസിൽ എന്തുണ്ട്? ഡിബഞ്ചർ ഉണ്ട്. എത്രയാണ് ഡിബഞ്ചർ വരുന്നത്? 2,50,000 അറ്റ് 12% ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, 2,50,000 അറ്റ് 12% ഇൻട്രസ്റ്റ്. ഇപ്പോൾ 2,50,000 12% കണ്ടാൽ നമുക്ക് എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് EBT കിട്ടും, അതായത് ഏർണിംഗ് ബിഫോർ ടാക്സ് കിട്ടും. ഒന്നാമത്തെ ഓപ്ഷനിൽ 1,20,000 തന്നെ വരും, എബിറ്റ് തന്നെയാണ് EBTയും. രണ്ടാമത്തെ ഓപ്ഷനിൽ 1,20,000 നിന്നും, അതായത് എബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റിന് നമ്മൾ കുറക്കുന്നു 30,000. അപ്പോൾ നമുക്ക് 90,000 എന്ന് എന്ത് കിട്ടും? EBT, അതായത് ഏർണിംഗ് ബിഫോർ ടാക്സ് കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ ടാക്സ് കുറക്കുന്നു. ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല, അതായത് നോ ടാക്സ്, അസ്യൂം നോ ടാക്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1,20,000 അതേപോലെ 1,90,000 സെയിം എമൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഏർണിംഗ് പെർ ഷെയർ ആണ്. അതിന് നമ്മൾ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് എത്ര കണ്ടു? 1,20,000 90,000 നമുക്ക് കിട്ടി. ഇനി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ, ഒന്നാമത്തെ കേസിൽ എത്രയാണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസിൽ 50,000ഉം രണ്ടാമത്തെ കേസിൽ എത്രയാണ്? ഓപ്ഷൻ 2 25,000ഉമാണ്. ആ 25,000നെ നമ്മൾ കാണിക്കുന്നു. അതായത് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? EAT, ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്. ഓക്കെ, ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ, അതായത് 1,20,000 ഡിവൈഡഡ് ബൈ 50,000 നമുക്ക് 2.4 എന്ന് കിട്ടും. ഇനി 90,000 ഡിവൈഡഡ് ബൈ 25,000 3.6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ഇവിടെ EPS കാൽക്കുലേഷൻ നടത്തേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി 2025 13ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫേം ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് 2 lakh അറ്റ് എ 10% കൂപ്പൺ റേറ്റ്. ഇഫ് ദി ടാക്സ് റേറ്റ് ഈസ് 30%, കാൽക്കുലേറ്റ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അതായത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഇറഡീമബിൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? I × 1 - T, I × 1 - T ഡിവൈഡഡ് ബൈ NP × 100 ആണ്. ഓക്കെ, NP × 100 ആണ് എന്ത് വരുന്നത്? KD അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ KD എന്നതിൽ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10% ആണ്. അപ്പോൾ 2 lakhന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 20,000 എന്ന് വരും. ഇനി ഇവിടെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ടാക്സ് റേറ്റ് 30% തന്നിട്ടുണ്ട്. അപ്പോൾ 1 - T 30% എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡ് ബൈ എന്താണ്? 100 ആണ്. അതായത് 0.3 എന്ന് വരും. 1 - 0.3. ഓക്കെ, ഡിവൈഡ് ബൈ NP എന്ന് പറയുന്നത് 2 lakh തന്നെ. ഇവിടെ പ്രീമിയം ഡിസ്കൗണ്ട് ഒന്നുമില്ല, × 100. അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും ആൻസർ? ലാസ്റ്റ് 10 × 0.7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു KD ഈസ് ഈക്വൽ ടു 7% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ 15
15ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ സ്റ്റോക്സ് ബീറ്റ ഈസ് 1.5, റിസ്ക് ഫ്രീ റേറ്റ് ഈസ് 5% ആൻഡ് മാർക്കറ്റ് റിട്ടേൺ ഈസ് 10%, വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി യൂസിങ് CAPM? അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അപ്ലൈ ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? K ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഐ ഇൻറ്റു RM മൈനസ് RF എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റനിൽ തന്ന എത്രയാണ്? 5 ആണ്. ഓക്കെ, റിസ്ക് ഫ്രീ റേറ്റ് തന്നത് 5% ആണ്. ഇപ്പോൾ 5 പ്ലസ് ഇനി ബീറ്റ എന്ന് പറയുന്നത് 1.5 ആണ് ഇൻറ്റു മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നത് ക്വസ്റ്റ്യനിൽ എത്രയാണ്? 10% ആണ്. ഇപ്പോൾ 10 മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്? 5 ആണ്. ഇപ്പോൾ 5 പ്ലസ് 1.5 ഇൻറ്റു എന്ത് വരും? 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12.5% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഈ ഒരു ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ പാർട്ട് ബിയിൽ വരുന്ന 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. എ സം ഓഫ് 1 lakh ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 12% ഇൻട്രസ്റ്റ്. ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ഡബിൾ അണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ഓക്കെ, എത്ര വർഷത്തിന് ശേഷമാണ് ഇത് ഡബിൾ ആകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം എന്നുള്ളതാണ്. 1 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് 12% ഇൻട്രസ്റ്റിൽ. ഓക്കെ, ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ 2 റൂളാണുള്ളത്. ഒന്ന് റൂൾ 72 ഉണ്ട്, മറ്റൊന്ന് റൂൾ 69 ഉണ്ട്. ഏതെങ്കിലും ഒരു റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ റൂൾ 72 അപ്ലൈ ചെയ്യുന്നു. റൂൾ 72 പ്രകാരം എന്താണ്? 72 ഡിവൈഡ് ബൈ 6 ആണ്. 72 ഡിവൈഡ് ബൈ 6. 6 എന്ന് പറയുന്നത് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 12% ആണ്. അപ്പോൾ നമുക്ക് 72 ഡിവൈഡ് ബൈ 12 കണ്ടു കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. 6 ഇയേഴ്സ് ആണ് ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡബിൾ ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ഇയേഴ്സ് ആണ്. അപ്പോൾ പാർട്ട് ബിയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.